Hello everyone, welcome to Ace Chemistry. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നെയിംഡ് റിയാക്ഷൻ ആണ് N-bromosuccinimide എന്ന് പറയുന്ന റിയേജന്റ് NBS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ NBS ഉപയോഗിച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ NBS റിയേജന്റ് ആയിട്ട് വരുന്ന റിയാക്ഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. നെയിംഡ് റിയാക്ഷൻ നമ്മൾ 3 ക്ലാസ് ചെയ്തു, നാലാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് NBS എന്താണെന്ന് ആദ്യം നോക്കാം. ഇതൊരു ഓർഗാനിക് റിയേജന്റ് ആണ്. എന്താ ഇതിന്റെ ഫോർമുല അല്ലെങ്കിൽ നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാം. സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ ഇതിന്റെ സ്ട്രക്ചർ? CH2 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 ഇവിടെ CO അമൈഡ് ആണ് അല്ലേ? അമൈഡ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ സക്സിനമൈഡ് സക്സിനിക് ആസിഡിന്റെ അമൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് സി ഡബിൾ ബോണ്ടോ വരും, പിന്നെ N ബ്രോമോ അല്ലേ? ഇവിടെ N, ഇവിടെ Br, നൈട്രജൻ ബ്രോമിൻ. ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇതാണ് നമ്മുടെ NBS എന്ന് പറയുന്ന കോമ്പൗണ്ട്. N ബ്രോമോ സക്സിനമൈഡ്, ഷോർട്ട് ആയിട്ട് NBS എന്ന് പറയും. CH2 C ഡബിൾ ബോണ്ടോ, ഇവിടെ NBr, CH2 C ഡബിൾ ബോണ്ടോ. അപ്പോൾ ഇവിടെ സക്സിനിക് ആസിഡിന്റെ അമൈഡ് ആണ്, പിന്നെ നൈട്രജനും ഉണ്ട്, ബ്രോമിനും ഉണ്ട്. മൊത്തത്തിൽ ഇതാണ് NBS ന്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ NBS എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? NBS പ്രൊവൈഡ് ചെയ്യുന്നത് ലോ കോൺസെൻട്രേഷൻ ഓഫ് ബ്രോമിൻ. ലോ കോൺസെൻട്രേഷൻ ഓഫ് ബ്രോമിൻ ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? Br2, രണ്ട് ബ്രോമിൻ. ലോ കോൺസെൻട്രേഷൻ ഓഫ് ബ്രോമിൻ ആണ് NBS പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ബ്രോമിൻ നമുക്കറിയാം, സാധാരണ രീതിയിൽ നമ്മൾ ബ്രോമിൻ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് നടക്കാം. അതായത് ഒരു ആൽക്കീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ആൽക്കീൻ CH2 ഡബിൾ ബോണ്ട് CH3, ഇതിലേക്ക് നമ്മൾ ബ്രോമിൻ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന എന്താ? ഈ ബ്രോമിൻ ഈ ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്യില്ല ചെയ്യാം. അങ്ങനത്തെ റിയാക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് പറയും. അപ്പൊ ഈ ഡബിൾ ബോണ്ട് പോയിട്ട് ബ്രോമിൻ ആഡ് ചെയ്യുക. അതാണ് സാധാരണ ബ്രോമിൻ ആഡ് ചെയ്യുമ്പോൾ നടക്കുന്നത്. അത് പക്ഷെ ഹൈ കോൺസെൻട്രേഷൻ ബ്രോമിനിലാണ് അങ്ങനെ നടക്കാം. നേരെ മറിച്ച് അവിടെ എന്തുണ്ടാവില്ല? NBS ഒന്നും ഉണ്ടാവില്ല. പക്ഷെ NBS എന്ന് നമ്മൾ ഈ റിയേജന്റ് ആരോ മാർക്ക് ഇങ്ങനെ NBS എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ റിയാക്ഷൻ, ഈ ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻ ഇവിടെ നടക്കില്ല. അതിന് പകരം നടക്കുന്നത് എന്തായിരിക്കും? അലിലിക് ബ്രോമിനേഷൻ ആയിരിക്കും. അലിലിക് ബ്രോമിനേഷൻ എന്താ അർത്ഥം? അലിലിക് കാർബണിന്റെ മുകളിലാണ് ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആവുന്നത്, അല്ലാതെ ഡബിൾ ബോണ്ട് കാർബണിന്റെ മുകളിലല്ല. അലിലിക് കാർബണിന്റെ മുകളിലാണ് എന്ത് നടക്കുക? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാം. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അലിലിക് ബ്രോമിനേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്, അലിലിക് ബ്രോമിനേഷൻ ആണ് NBS ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓക്കെ, ഇപ്പൊ നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ CH2, ഇപ്പൊ നമ്മൾ എടുത്തന്നെ എടുക്കാം കേട്ടോ, നമ്മൾ സെയിം മോളിക്യൂളിന് എടുക്കാം. CH2 ഡബിൾ ബോണ്ട് CH3. ഇവിടെ ഇപ്പൊ എന്തുണ്ട്? NBS ന്റെ പ്രസൻസിലാണ്. NBS ഉണ്ട്, NBS. പിന്നെ എന്തുണ്ട്? HNU, സൺലൈറ്റും ഉണ്ട്. ഓക്കെ, ഈ കേസിൽ എങ്ങനെയാണ് NBS ഉള്ളപ്പോൾ ബ്രോമിൻ ആഡ് ചെയ്യുക? ആഡ് ചെയ്യുന്നത് ബ്രോമിൻ തന്നെയാണ് കേട്ടോ. ബ്രോമിൻ ആണ് ആഡ് ചെയ്യുന്നത്, വേറെ NBS വലിയൊരു മോളിക്യൂൾസ് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ബ്രോമിൻ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ആഡ് ചെയ്യാം? ഇവിടെ ഡബിൾ ബോണ്ട് കാർബൺ ഇതല്ലേ? ഇവിടെ ഏത്? അലിലിക് കാർബൺ. അലിലിക് കാർബൺ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് കാർബണിന്റെ അടുത്തുള്ള കാർബൺ. ഇപ്പൊ ഇവിടെ ഏത് അലിലിക് കാർബൺ? ഇതാണ് ഇവിടെ അലിലിക് കാർബൺ, ഇതാണ് അലിലിക് കാർബൺ. അപ്പോൾ NBS ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ അലിലിക് കാർബണിലേക്ക് ബ്രോമിൻ ആഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? ഡബിൾ ബോണ്ട് ഒന്നും പറ്റില്ല. CH2 CH, ഇവിടെ CH2 വരുന്നില്ല, CH3 ഉള്ളത് CH2Br ആയിട്ട് മാറും. ബാക്കി ഇവിടെ HBr റിമൂവ് ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ രണ്ട് ബ്രോമിൻ വരും. Br2 അല്ല ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രോമിൻ എന്ത് ചെയ്യും? ഈ അലിലിക് പൊസിഷനിലേക്ക് ആഡ് ചെയ്യും. അലിലിക് പൊസിഷനിലെ ഈ ഒരു ഹൈഡ്രജൻ, അലിലിക് കാർബണിൽ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഒരു ബ്രോമിന്റെ കൂടെ ലീവ് ആയിട്ട് പോകും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത്. ക്ലിയർ ആയി? ഇപ്പൊ ഇവിടെ എന്താണ് അഡിഷന് പകരം നടക്കുന്ന എന്താ? ഇലക്ട്രോഫിലിക് അഡിഷന് പകരം നടക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് H പകരമാണ് ഇവിടെ Br വരുന്നത് അല്ലെ? ഒരു ഹൈഡ്രജൻ പോയിട്ടാണ് പകരം ബ്രോമിൻ വരുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ജസ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ എഴുതാം. ഒരു സൈക്ലിക് ആയിട്ടുള്ള മോളിക്യൂൾ ആണ്. ഇതാണ് മോളിക്യൂൾ. ഈ മോളിക്യൂൾ അഗൈൻ NBS ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ഹീറ്റോ അല്ലെങ്കിൽ HNO ഒക്കെ ഉണ്ടാവും. ഓക്കെ, എനിവേ എന്തായാലും. എന്നിട്ട് നമുക്ക് NBS നോക്കിയാൽ മതി കേട്ടോ. പ്രൊഡക്റ്റ് എന്ത് കിട്ടും? ഈ ഡബിൾ ബോണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇവിടെ ഏത് അലിലിക് പൊസിഷൻ? അലിലിക് പൊസിഷൻ ഈ ഒരു പൊസിഷൻ അല്ല, ഇതാണ് അലിലിക്. ഇവിടെ C, ഇവിടെ C, ഇവിടെ ഒരു C ഉണ്ട്. അപ്പൊ ഇതാണ് അലിലിക്. ഡബിൾ ബോണ്ടിന് അടുത്തുള്ളത് C ആണ്, ഇവിടെ ഇതാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ബ്രോമിൻ വരും. ബാക്കി എന്ത് റിമൂവ് ആയി പോകും? HBr റിമൂവ് ആയി പോകും. ക്ലിയർ ആയി? ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ ഒരു മെക്കാനിസം കൂടെ അറിഞ്ഞിരിക്കണം. കാരണം അഥവാ വേറെ ഏതെങ്കിലും ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാന്നുണ്ടെങ്കിൽ മെക്കാനിസം അറിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ചെയ്യാനും കൂടി എളുപ്പമായിരിക്കും. ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് നടക്കുന്നത്. അതായത് ഇവിടുത്തെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് എന്താണ്? ഒരു ഫ്രീ റാഡിക്കൽ ആണ്.
ഫ്രീ റാഡിക്കൽ എന്താ എല്ലാവർക്കും അറിയണ്ടാവും, ഒരു റിയാക്ഷൻ ഇന്റർമീഡിയറ്റ് ആണ്. നമ്മൾ കാർബോകാറ്റോൺ കാർബാനോൺ അതിന്റെ ഒപ്പം പറയുന്നതാണ് ഫ്രീ റാഡിക്കൽ. ഇവിടെ നടക്കുന്നത് എന്താണ്? ഫ്രീ റാഡിക്കൽ ഇന്റർമീഡിയറ്റ് വരുന്ന ഒരു റിയാക്ഷൻ, ഫ്രീ റാഡിക്കൽ മെക്കാനിസം എന്നൊക്കെ നമുക്ക് പറയാം. എന്താണ് മെക്കാനിസം നോക്കാം. ജസ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാം കേട്ടോ. ഒരു ചോദ്യം എടുക്കുകയാണ്. ഈ ക്വസ്റ്റ്യനിൽ ഇതാണ് നമ്മളെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. റിയാക്ടന്റ് ഇതാണ്. NBS ഉണ്ട്, HNO ഉണ്ട്. എങ്ങനെയാണ് മെക്കാനിസം നോക്കാം. ആദ്യം സംഭവിക്കുന്നത് നമുക്ക് ഈ NBS എന്ന് പറയുന്നില്ലേ, അതിൽ 2 ബ്രോമിൻ, ഇതെങ്ങനെ എഴുതപ്പോ, രണ്ട് ബ്രോമിൻ അല്ലേ, BR ആണ് നിൽക്കുന്നത്, 2 ബ്രോമിൻ ആണ്. ഈ 2 ബ്രോമിനിൽ എന്ത് ചെയ്യുന്നു, ഇത് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഫ്രീ റാഡിക്കൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഹാഫ് സ്പ്ലിറ്റിംഗ് ആണ് അല്ലേ. അത് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺ അല്ല ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ ഒറ്റ ബോണ്ട് 2 ഇലക്ട്രോൺ അല്ലേ, ഒരു ഇലക്ട്രോൺ ബ്രോമിനും ഒരു ഇലക്ട്രോൺ മറ്റു ബ്രോമിനും കിട്ടും. അങ്ങനെ എന്താവും മാറും, ഇതിങ്ങനെ ആയിട്ട് മാറും. ഇതിന് മുകളിൽ ഒരു ഫ്രീ റാഡിക്കൽ, നമുക്ക് 2 ബ്രോമിൻ ഫ്രീ റാഡിക്കൽ കിട്ടും. ഓക്കെ, സ്പ്ലിറ്റിംഗ് നമുക്ക് അറിയുന്ന അല്ലെ, ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്നതാണ്. ഇപ്പൊ BR 2 ഫ്രീ റാഡിക്കൽസ് നമുക്ക് കിട്ടി. ഇതാണ് ഫസ്റ്റ് സംഭവിക്കും. ഇപ്പൊ റിയേജന്റ് നമുക്ക് കിട്ടി, 2 ബ്രോമിൻ കിട്ടി. ഇനി നമ്മളെ കോമ്പൗണ്ട് ഇതാണ്. ഇവിടെ സംഭവിക്കും, ഇവിടെ നമ്മൾ ആദ്യം അലിലിക് പൊസിഷൻ കണ്ടുപിടിക്കണം. ഇവിടെ അലിലിക് പൊസിഷൻ ഏതാ, ഇവിടെയാണ് ഡബിൾ ബോണ്ട് അല്ലേ. അലിലിക് പൊസിഷൻ ഇതാണ്, ഈ ഒറ്റ അലിലിക് പൊസിഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെയോ, അവിടെ നമുക്ക് H എന്ന് എഴുതാം. H അല്ല ഇവിടെ ഉള്ള, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഇനി ഈ ഹൈഡ്രജൻ എന്ത് സംഭവിക്കാണ്, അതും അവിടെ എന്ത് സംഭവിക്കും, ഈ സ്പ്ലിറ്റിംഗ് നടക്കും. ഇങ്ങനെ സ്പ്ലിറ്റ്, ഇതാണ് നമ്മൾ ആരമാർക്ക് ഇങ്ങനെ കൊടുക്കുക. അതൊക്കെ നമുക്ക് ബേസിക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴോ എന്ത് സംഭവിക്കും, ഇവിടെ എന്താ സംഭവിക്കുക, ഈ ബോണ്ട് സ്പ്ലിറ്റ് ആയിട്ട് ഓക്കെ, ഇപ്പൊ എന്ത് സംഭവിക്കും, ഈ ഒരു ബോണ്ട് സ്പ്ലിറ്റ് ആവല്ലേ, ഈ ബോണ്ട് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കും അത്, ഇവിടെ ഫ്രീ റാഡിക്കൽ വരും അല്ലെ, ഇവിടെ ഫ്രീ റാഡിക്കൽ വരും. ബാക്കി H ഫ്രീ റാഡിക്കൽ ഉണ്ട്, H ഈ ബോണ്ട് പോയല്ലോ. അപ്പൊ ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലും പിന്നെ ഈ ഇവിടെ ഒരു ഇലക്ട്രോൺ ബാക്കി ഉണ്ടാവും, ഇവിടെ ഇവിടെ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ കിട്ടി, ഇവിടെ ഹൈഡ്രജൻ ഫ്രീ റാഡിക്കൽ വേറെയും കിട്ടി, രണ്ടും കിട്ടി. ഇനിയോ ഇത് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് എന്തുണ്ട്, ബ്രോമിൻ ഉണ്ട് ഇവിടെ. ഈ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ഇവിടെ എഴുതാട്ടോ, ഈ ബ്രോമിനായിട്ട് എഴുതുന്നത് ഇത്. ഇതുകൊണ്ട് ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുന്നു, ബോണ്ട് ഫോം ചെയ്യുന്നു. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുന്നു, ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, ബ്രോമിൻ എന്ത് ചെയ്യും, ഈ അലിലിക് പൊസിഷനിൽ ബ്രോമിൻ അറ്റാച്ച് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും, ഇവിടെ ബ്രോമിൻ അറ്റാച്ച് ചെയ്യും. ഓക്കെ, പിന്നെ H ഉണ്ട് അല്ലെ, Hഉം ഈ BRഉം ഈ Hഉം കൂടി ഇവിടെ എഴുതാട്ടോ, BR ഇത് രണ്ടും കൂടി എന്ത് ചെയ്യും, ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, HBRഉം കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് വരുന്നത്, ഈ പറഞ്ഞ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്നും അറിയണ്ട, നമ്മുടെ ജസ്റ്റ് അലിലിക് പൊസിഷനിൽ ബ്രോമിൻ ആഡ് ചെയ്യുക, ബാക്കി HBR പോകാന്നുള്ളതാണ്. എന്നാലും മെക്കാനിസം ഇങ്ങനെ വരുന്നത്. അപ്പൊ ഫ്രീ റാഡിക്കൽ ആണ് ഇന്റർമീഡിയറ്റ് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ. നമുക്ക് വേറെ എക്സാമ്പിളും കൂടി എടുക്കാം. ഈ ഒരു മോളിക്യൂൾ നോക്കി, സ്ലൈഡ് എടുക്കട്ടെ. ഓക്കെ ഓക്കെ, ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്, ബെൻസിൻ റിംഗ്. നമ്മൾ ടുളുവിൻ ആണ് കേട്ടോ, ടുളുവിൻ എടുത്തു. ഇതേപോലെ തന്നെ NBS H നും ഇതാണ് നമ്മളെ ഇത്. ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ഇപ്പൊ എങ്ങനെയാ, ഇവിടെ നമ്മൾ അലിലിക് കാർബൺ ഏതാ അത് ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. അലിലിക് കാർബൺ എന്ന് പറയുന്നത് ഏതാണ്, ഇങ്ങനെയല്ലേ സിസ്റ്റം. ഇവിടെ ഡബിൾ ബോണ്ട് കാർബൺ ഇവിടെ അല്ലെ, ഇതാണ് ഡബിൾ ബോണ്ട് കാർബൺ. ഇപ്പൊ ഡബിൾ ബോണ്ട് ഇവിടെ, ഈ CC ആണ് ഡബിൾ ബോണ്ട്. ഇപ്പൊ CCന്റെ അടുത്തുള്ള ഡബിൾ ബോണ്ട് കാർബൺ അടുത്തുള്ള ഇവിടെ മുകളിൽ ഈ കാർബൺ, ഇതാണ് നമ്മൾ അലിലിക് കാർബൺ. അതിലേക്ക് 3 ഹൈഡ്രജനാ, നമുക്ക് ഒരു ഹൈഡ്രജൻ മതി. ഇപ്പൊ നമ്മൾ എന്ത് എഴുതാ, CH2H എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ബിക്കോസ് നമുക്ക് ഒരു ഹൈഡ്രജനല്ലേ പോകുന്നുള്ളൂ, അപ്പൊ അതുകൊണ്ട് CH2H എന്നാക്കി എഴുതാണ്. ഇനി എന്ത് സംഭവിക്കാം, നമുക്ക് ബ്രോമിൻ റാഡിക്കൽ ഉണ്ട്, NBS എന്തായിട്ട് മാറും, ബ്രോമിൻ റാഡിക്കൽ ആയിട്ട് മാറും. അതായത് BR 2 BR ഉണ്ട്, 2 BR ഉണ്ടല്ലോ, 2 BR നമുക്ക് ഉണ്ട്. ഇവിടെ ഈ ബോണ്ട് എന്ത് ചെയ്യും, ഈ ബോണ്ട് സ്പ്ലിറ്റ് ചെയ്യും, ഈ CH2H ന്റെ ബോണ്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇപ്പൊ എന്ത് കിട്ടും നമുക്ക്, ഇവിടെ CH2 ന്റെ മുകളിൽ എന്ത് റാഡിക്കൽ വരും അല്ലെ, ഈ ഒരു ഇലക്ട്രോൺ CH2 ന് കിട്ടില്ല, അപ്പൊ C യുടെ മുകളിൽ റാഡിക്കൽ വരും. ബാക്കി H പോയി അല്ലെ, ബാക്കി H റാഡിക്കൽ എന്തായാലും H ഉം BR ഉം കൂടി, H റാഡിക്കൽ ആയിട്ട് H ഉം BR ഉം കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, HBr കിട്ടി. ഇത് രണ്ടും പാടെ ഫോം ചെയ്തു. ബാക്കി നമുക്ക് ഇവിടെ ഒരു ബ്രോമിൻ ഉണ്ട്, ബ്രോമിൻ റാഡിക്കൽ ഉണ്ട്, ആ ബ്രോമിൻ റാഡിക്കൽ നമുക്ക് ഇവിടെ എഴുതാം, ബ്രോമിൻ റാഡിക്കൽ. ഓക്കെ, അത് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ CH2 ഇവിടെ, അത് ഈ CH2 ഇത് രണ്ടും കൂടി ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ CH2Br. ക്ലിയർ ആയി. ഇങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ്. ഓക്കെ അല്ലേ, ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ചെയ്യാട്ടത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ജസ്റ്റ് ഇത് സെയിം മോഡൽ തന്നെയാണ് കേട്ടോ, എന്നാലും ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെയും ക്വസ്റ്റ്യൻ കാണിക്കുന്നത്. സെയിം മോഡൽ തന്നെയാണ്.
ഒരു മോളിക്യൂൾ എടുക്കാം ഇങ്ങനെ. ഇവിടെ എന്തുണ്ട്, ഒരു ഈഥൈൽ റിംഗ് ഉണ്ട്, ഈഥൈൽ റിംഗ് ഉണ്ട്, ഈഥൈൽ ചെയിൻ ഉണ്ട്. അഗൈൻ NBS, ഇതെങ്ങനെ ചെയ്യും, NBSH എങ്ങനെ ചെയ്യാം, അതിന് കുറച്ച് സ്പീഡ് ചെയ്യാം അല്ലെ. ഇവിടെ ഇങ്ങനെ വരും. അലിലിക് പൊസിഷൻ ഏതാ, ഇതാണ് ഇപ്പൊ ഡബിൾ ബോണ്ട് കാരണം അലിലിക് ഇതാണ്, ഇത് അലിലിക് പൊസിഷൻ, ഇത് ഇല്ല ഇതാണ് അലിലിക് പൊസിഷൻ. അപ്പൊ ഇവിടെ ഇവിടെ എന്തുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ ഈ ബോണ്ട് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആവും. ഇത് രണ്ടും ഇങ്ങനെ നടക്കും അല്ലെ. അപ്പൊ നമുക്ക് അലിലിക് ആയിട്ട് റാഡിക്കൽ കിട്ടും. അലിലിക് പൊസിഷൻ എന്ത് വരും, റാഡിക്കൽ വരും. അതായത് ഇവിടെ എന്ത് ചെയ്യും, ഫ്രീ റാഡിക്കൽ വരും. അപ്പൊ പിന്നെ ഈ ബ്രോമിൻ Br എന്ത് ചെയ്യും, ഇതിലേക്ക് അറ്റാച്ച് ആവും. ഇങ്ങനെ വന്നിട്ട് എന്ത് കിട്ടും, പ്രോഡക്റ്റ്. ബാക്കി ഈ പോയ എച്ചും പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഒരു Br കൂടി HBr ആയിട്ട് പോകും. നമുക്ക് പ്രൊഡക്റ്റ് എന്ത് വരും, ഇവിടെ ബ്രോമിൻ വരും അല്ലെ, ഇവിടെ Br വരും. അത്രേ ഉള്ളൂ, എളുപ്പമല്ല ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് വരുന്നൊരു കേസ് കൂടെ നോക്കാം കേട്ടോ. ഒരു പ്രൊഡക്റ്റ് അല്ലാതെ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് വരുന്നൊരു കേസ് കൂടെ നോക്കാം. ഓക്കെ, ഒരു സ്ലൈഡ് എടുക്കട്ടെ. എങ്ങനെ വരും, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ നമ്മള് ഒരു മോളിക്യൂൾ എടുക്കാണ്. ഓക്കെ, ഇവിടെ മോളിക്യൂൾ എന്ന് പറയുന്നത് ഓക്കെ, ഇതാണ് മോളിക്യൂൾ. ഇതാണ് നമ്മുടെ മോളിക്യൂൾ. ഇതേപോലെ തന്നെ NBS H ഉണ്ട് അല്ലെ. എങ്ങനെ വരും, ഇവിടെ എത്ര പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യും. ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന റാഡിക്കൽ പറയുന്നത് ഒരു റാഡിക്കൽ മാത്രമല്ല. നമുക്ക് റാഡിക്കൽ എത്ര ടൈപ്പ് നമുക്കറിയാം, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടേഴ്സറി ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളിവിടെ ഫോം ചെയ്യുമ്പോൾ ഇവിടെ എത്ര അലിലിക് പൊസിഷൻസ് ഉണ്ട്, ഇവിടെ ഇതാണ് ഡബിൾ ബോണ്ട് കാർബൺ. ഡബിൾ ബോണ്ട് കാർബണിൽ അലിലിക് പൊസിഷൻസ്, ഇവിടെ ഒരു അലിലിക് പൊസിഷൻ ഉണ്ട്, മുകളിലുണ്ട് താഴെയുണ്ട്, രണ്ട് അലിലിക് പൊസിഷൻസ് ഇല്ലേ. ഇതൊരു അലിലിക് പൊസിഷൻ ആണ് ഇവിടെ, പിന്നെയോ ഇതൊരു അലിലിക് പൊസിഷൻ ആണ്. അപ്പൊ രണ്ട് അലിലിക് പൊസിഷൻസ് നമുക്ക് ഓൾറെഡി അവിടെ ഉണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ നമ്മൾ ഫ്രീ റാഡിക്കൽസ് അതിലും തന്നെ സ്റ്റെബിലിറ്റി വെച്ചിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഫോം ചെയ്യും. അങ്ങനെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന കേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ അലിലിക് പൊസിഷൻ ഇത് എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ അലിലിക് കാർബൺ എന്ന് വിചാരിക്കുന്നു. അതാണ്, പക്ഷെ നമ്മൾ ആദ്യം എടുക്കുന്നത് ആ അലിലിക് കാർബൺ ആണ്, മുകളത്ത് എടുക്കാണ്. അപ്പൊ ആ സമയം എന്ത് സംഭവിക്കും, നമുക്ക് ഫ്രീ റാഡിക്കൽ എവിടെ കിട്ടാം, ഇവിടെ CH3 ഒക്കെ ഉണ്ട്, ഇവിടെ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും. ഇവിടെ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുക, അലിലിക് കാർബൺ ഇവിടെ. ഓക്കെ, ഇതെന്ത് ഫ്രീ റാഡിക്കലാ, ഈ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത് ടേഴ്സറി ഫ്രീ റാഡിക്കൽ ആണ്. ഇതെന്ത് ഫ്രീ റാഡിക്കൽ ആണ്, ടേഴ്സറി ആണ്. 3 ഗ്രൂപ്പ് ഇല്ല, മോളിക്കും ഇവിടെ 3 ബോണ്ടുകൾ ഉണ്ട്, അതുകൊണ്ട് ഇത് ടേഴ്സറി ഫ്രീ റാഡിക്കൽ ആണ്. ഇനി പക്ഷേ ടേഴ്സറി ഫ്രീ റാഡിക്കൽ എന്ത് നടക്കും, റിസണൻസ് നടക്കും. റിസണൻസ് നടക്കുമ്പോൾ എങ്ങനെയാ, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ. എങ്ങനെ റിസണൻസ് നടക്കുക, ഇതിപ്പോ ഫ്രീ റാഡിക്കൽ കിട്ടിയാൽ നമുക്ക് റിസണൻസ് നടക്കുക എങ്ങനെയാണ്, ഈ ഡബിൾ ബോണ്ട് സ്പ്ലിറ്റ് ആയിട്ട് അതിങ്ങനെ രണ്ടായി സ്പ്ലിറ്റ് ആവും. കണ്ടോ, അങ്ങനെ സ്പ്ലിറ്റ് ആയാൽ നമുക്ക് എന്ത് ഫോം ചെയ്യും, ഇവിടെ CH3 അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ സംഭവിക്കുക എന്താ, സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഉണ്ട് അല്ലെ. ഇവിടെ എന്ത് സംഭവിക്കുക, ഇവിടെ ഒരു റാഡിക്കലും ഇവിടെ റാഡിക്കലും, ഇങ്ങനെ രണ്ടെണ്ണം കിട്ടില്ലേ, അതായത് ഈ ഡബിൾ ബോണ്ട് സ്പ്ലിറ്റ് ആയിട്ട് ഒരു ഇലക്ട്രോൺ ഇവിടെയും ഒരു ഇലക്ട്രോൺ ഇവിടെ നിൽക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും, ഇനി ഈ ഒരു ഓൾറെഡി ഉള്ള ഈ ഒരു ഇലക്ട്രോണും അല്ലെങ്കിൽ റാഡിക്കലും ഈ രണ്ട് പൊസിഷനും കൂടി എന്താ ഒരു ബോണ്ട് ഫോം ചെയ്യും. നമുക്ക് എന്ത് ഫോം ചെയ്യും, എങ്ങനെ ബോണ്ട് ഫോം ചെയ്യാം, CH3 അവിടെ തന്നെ ഉണ്ട്. ബോണ്ട് ഫോം ചെയ്താൽ ഡബിൾ ബോണ്ട് ഇവിടെ വരും അല്ലെ, ഡബിൾ ബോണ്ട് ഇവിടെ വരും, ഇവിടെ വരും. ഇവിടെയോ, ഇവിടെ ഈ ഒരു ഇലക്ട്രോൺ ബാക്കിയുണ്ട്, ഇവിടെ നിൽക്കും. നമുക്ക് എന്ത് കിട്ടി, ഇതെന്ത് ഫ്രീ റാഡിക്കൽ ആണ്, ഇത് സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ആണ്. സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ആണ് ഇത്, മനസ്സിലായില്ലേ. ഇപ്പൊ റെസൊണൻസ് കാരണം ഈ ടേഴ്സറിന് എന്തുണ്ടാവാണ്, ടേഴ്സറിന് ഒരു സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ഉണ്ടാവാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതിൽ ഏതാ കൂടുതൽ സ്റ്റേബിൾ, എപ്പോഴും ടേഴ്സറി ഫ്രീ റാഡിക്കൽ ആണ് സെക്കൻഡറി മോർ സ്റ്റേബിൾ. നമുക്ക് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക ഈ ബ്രോമിൻ എവിടെ അറ്റാച്ച് ചെയ്യും, ബ്രോമിൻ ഇതാണ് ടേഴ്സറി അല്ലെ, ടേഴ്സറി ഇവിടെ ആയിരിക്കും ബ്രോമിൻ അറ്റാച്ച് ചെയ്യുക, ബിക്കോസ് ടേഴ്സറി ആണ് കൂടുതൽ സ്റ്റേബിൾ. പ്രൊഡക്റ്റ് വരുമ്പോൾ എങ്ങനെ വരും, നമുക്ക് മേജർ പ്രൊഡക്റ്റ് മൈനർ പ്രൊഡക്റ്റ്. ഇപ്പൊ എത്ര പ്രൊഡക്റ്റ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടും പറയണത്, അതുകൊണ്ടാണ് രണ്ടും പറയുന്നത്. പക്ഷെ ഓപ്ഷനിൽ നമുക്ക് ഒറ്റൊരു പ്രൊഡക്റ്റ് വരും മാത്രമാണെന്നുണ്ടെങ്കിൽ ടേഴ്സറി ഫ്രീ റാഡിക്കലിൽ നിന്ന് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും അവിടെ ബ്രോമിൻ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും നമ്മൾ മേജർ പ്രൊഡക്റ്റ്. ഈ കേസിൽ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് വരും. ഇവിടെ CH3 ഉണ്ട്, പിന്നെ ഇവിടെ നമ്മൾ ടേഴ്സറി റാഡിക്കൽ ഏതായിരുന്നു, ഇതല്ലേ, ഇവിടെയാണ് റാഡിക്കൽ ഈ പൊസിഷൻ. അപ്പൊ ഇവിടെ ബ്രോമിൻ അറ്റാച്ച് ചെയ്യും. നമുക്ക് എങ്ങനെ എഴുതാം, പിന്നെ വേറെ കാര്യം, ഈ CH3 എന്ന് പറയുന്ന വെഡ്ജിൽ നിൽക്കുക അല്ലെ. നമ്മൾ ബ്രോമിൻ എന്ത് നിൽക്കണം, ബ്രോമിൻ വരുമ്പോൾ ഡാഷിലായിരിക്കും. ഓക്കെ, അത് ജസ്റ്റ് ആലോചിക്കണേ. അത് കഴിഞ്ഞു, അത് കിട്ടി. ഇനി ആ പ്രൊഡക്റ്റ് കിട്ടി. ഇനി അതേപോലെ തന്നെ ഇത് നേരെ തിരിച്ചും CH3 ഇങ്ങനെ എഴുതാട്ടോ. അത് ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നത് എവിടെയായിരുന്നു, ഡബിൾ ബോണ്ട് ഇവിടെ അല്ലെ, ഇവിടെ ഡബിൾ ബോണ്ട്. ഓക്കെ, ഡബിൾ ബോണ്ട് ഇവിടെ. ഇനി നമുക്ക് ബ്രോമിൻ വെഡ്ജിലും CH3 ഡാഷിലായിട്ടും അങ്ങനെയും എഴുതാം.
ഓക്കെ CH3 രണ്ട് സ്റ്റീരിയോ ഐസോമേഴ്സ് കിട്ടുമല്ലോ, നമ്മൾ ഐസോമേഴ്സ് എഴുതാം സ്റ്റീരിയോ ഐസോമേഴ്സ് ആയിട്ട് അങ്ങനെ എഴുതാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇത് രണ്ടും എന്താണ് മേജർ പ്രൊഡക്റ്റ് ആണ്. മേജർ പ്രൊഡക്റ്റ് ആണ്, സ്റ്റീരിയോ കെമിസ്ട്രി വേറെ ആണ്. അപ്പൊ രണ്ട് മേജർ പ്രൊഡക്റ്റ് കിട്ടി. ഓക്കെ, ഇനി മൈനർ വരും. മൈനർ പ്രൊഡക്റ്റ് എന്ത് വരും? സെക്കൻഡറിന്ന് ഉണ്ടായത്. സെക്കൻഡറിന്ന് ഉണ്ടായത് ഇവിടെയാണ് സെക്കൻഡറി. ഇതാണ് സെക്കൻഡറിന്റെ ഫ്രീ റാഡിക്കൽ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ബ്രോമിൻ അറ്റാച്ച് ചെയ്യും ഈ പൊസിഷനിൽ. അപ്പോഴോ പ്രൊഡക്റ്റ് എന്ത് കിട്ടും? മൈനർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഡബിൾ ബോണ്ട്. അപ്പൊ ഇവിടെ അല്ലേ ഡബിൾ ബോണ്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഡബിൾ ബോണ്ട് ഇവിടെ വരച്ചില്ലല്ലോ ഞാൻ, സോറി കേട്ടോ. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. അതായത് ഈ രണ്ടെണ്ണം കൂടി ഇവിടെ ഫോം ചെയ്തില്ല, ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, അതുണ്ട്. അപ്പോ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. ഇവിടെ CH3, ഇവിടെ CH3 മാത്രമേ ഉള്ളൂ, ബ്രോമിൻ ഇല്ലല്ലോ അല്ലേ. ഓക്കെ, CH3 നമുക്ക് എന്ത് ചെയ്യാം? CH3 വെഡ്ജിലാണ്. CH3 വരച്ചു. ഓക്കെ, ബ്രോമിൻ എന്ത് ചെയ്യും? ബ്രോമിൻ വെഡ്ജിലോ ഡാഷിലോ. അപ്പൊ ഇവിടെ CH3 വെഡ്ജിലാണ്, അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡാഷിൽ വരയ്ക്കാം ബ്രോമിൻ. പ്ലസ് അടുത്തത് ഇവിടെ CH3 നമ്മൾ ഡാഷിൽ വരയ്ക്കുന്നു, ബ്രോമിൻ എന്ത് ചെയ്യുന്നു? വെഡ്ജിൽ വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ എന്ത് കിട്ടി? മൈനർ ആയിട്ട് രണ്ടെണ്ണം കിട്ടി അല്ലേ? രണ്ട് മൈനർ പ്രൊഡക്റ്റും കിട്ടി. കണ്ടില്ലേ? മൈനർ പ്രൊഡക്റ്റ് രണ്ടെണ്ണം കിട്ടി. അപ്പൊ ഇവിടെ എന്തിന് ഡിഫറൻസ് ആണ്? ഫ്രീ റാഡിക്കൽ ടേഴ്സറി കൂടുതൽ സ്റ്റേബിൾ ആണ്, സെക്കൻഡറി ലെസ് സ്റ്റേബിൾ ആണ്. അപ്പൊ മേജർ പ്രൊഡക്റ്റ് ടേഴ്സറി ഉണ്ടായിട്ട് രണ്ടെണ്ണം വരാൻ കാരണം എന്താ? നമ്മൾ CH3ക്ക് ഇവിടെ സീറോ കെമിസ്ട്രി ഉള്ളതുകൊണ്ട്. ഇവിടെ രണ്ടെണ്ണം വരുന്നത് ആ സീറോ ഐസോമേഴ്സ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ക്ലിയർ ആയി? ഇതൊക്കെ കഴിഞ്ഞ് ഇതിപ്പോ ഇത്ര നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു അലിലിക് പൊസിഷന്റെ കാര്യം മാത്രം. നമ്മൾ എടുത്ത അലിലിക് പൊസിഷൻ ഏതായിരുന്നതാ? ഇത് വെച്ചിട്ട് നമുക്ക് ഇത്രയും പ്രൊഡക്റ്റ് കിട്ടിയ 4 പ്രൊഡക്റ്റ് കിട്ടി. 4 പ്രൊഡക്റ്റ് കിട്ടിയത് ഈ ഒരു അലിലിക് പൊസിഷനിൽ മാത്രമാണ്. ഈ ഒരു ഹൈഡ്രജൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്ത്. അവിടുന്ന് റിസണൻസ് ഒക്കെ വഴിയാണ് രണ്ടാമത്തെ ഫ്രീ റാഡിക്കൽ ഒക്കെ ഉണ്ടായത്. ഇനി ഒന്നും കൂടി ഇല്ല, ഈ ഒരു പൊസിഷൻ കൂടി ഇല്ലേ. അപ്പൊ അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് ഇനിയും കുറച്ചും കൂടി എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് വരും അല്ലെ. കുറച്ച് വലിയ ക്വസ്റ്റൻ ആട്ടോ, എന്നാലും നമുക്ക് ഇതിലൂടെ ഒരുപാട് കൺസെപ്റ്റ് കിട്ടും. അതാണ് ഈ ക്വസ്റ്റൻ ഞാൻ എടുത്തത്. ഫോർ എക്സാമ്പിൾ എടുത്ത് നോക്കാം. അടുത്ത പൊസിഷൻ പറയുമ്പോൾ എങ്ങനെ വരും? ഇവിടെ CH3 ഇതിൽ നമ്മുടെ കോമ്പൗണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. അപ്പൊ ഇവിടെ ഇതാണ് H ആണ് നമ്മൾ അലിലിക് പൊസിഷനിൽ, ഇവിടെയാണ് ഹൈഡ്രജൻ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് വരും? നമുക്ക് ഫ്രീ റാഡിക്കൽ ഇവിടെ കിട്ടും. ഫ്രീ റാഡിക്കൽ കിട്ടുന്നത് ഇവിടെ ഫ്രീ റാഡിക്കൽ വരും അല്ലെ? ഇവിടെ വരും. കറക്റ്റ് അല്ലേ? ഇതിന്റെ റെസൊണൻസ് വഴി എന്ത് കിട്ടും? റെസൊണൻസ് വഴി നമുക്ക് എന്ത് കിട്ടും? എങ്ങനെ ബോണ്ട് സ്പ്ലിറ്റ് ആവാ? അത് നോക്കാം. സ്പ്ലിറ്റ് ആവുന്നത് ഇതിങ്ങനെ അല്ലെ? ഇങ്ങനെ സ്പ്ലിറ്റ് ആയി. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ വന്നു, ഇവിടെ ഒരു റാഡിക്കൽ വന്നു, 2 ഇലക്ട്രോൺ വന്നു. പിന്നെ ഇവിടെ ഓൾറെഡി ഉണ്ട് അല്ലെ? ഇവിടെ എഴുതാട്ടോ. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുന്നു? ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ എന്ത് വരും? CH3 ഇവിടെ ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ഫോം ചെയ്തു. ഇവിടെ എന്ത് വന്നു? ഇവിടെ റാഡിക്കൽ ഇത് വന്നു, ഇതിവിടെ ബാക്കിയുണ്ട്. ക്ലിയർ ആയി? അപ്പൊ നമുക്ക് ഇത് രണ്ടും എന്ത് തന്നെയാണ്? രണ്ടും സെക്കൻഡറി ഫ്രീ റാഡിക്കൽ അല്ലെ? ഇതും സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ആണ്, ഇതും സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് എങ്ങനെ വരാം? രണ്ട് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഫ്രീ റാഡിക്കൽ എവിടെയാണ് ഉള്ളത്? അവിടെ പോയിട്ട് നമ്മൾ ബ്രോമിൻ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെയും ബ്രോമിൻ ആഡ് ചെയ്യണം, പിന്നെ ഇവിടെയും ബ്രോമിൻ ആഡ് ചെയ്യണം. ഓക്കെ, രണ്ടും ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇവിടെ CH3 അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ബ്രോമിൻ ഇതും എത്ര പ്രൊഡക്റ്റ് കിട്ടും? ഇപ്പൊ സപ്പോസ് നമ്മൾ ഈ ഫ്രീ റാഡിക്കൽ എടുക്കുന്നു കേട്ടോ, ഇത് വേണ്ട. നമ്മൾ എടുക്കുന്ന ഏത് ഫ്രീ റാഡിക്കൽ വെച്ചിട്ടാ? ഈ സെക്കൻഡറി ഇത് വെച്ചിട്ട് ഇതാണ് ഇതിന്റെ പ്രൊഡക്റ്റ് ആണ് എഴുതുന്നത്. ഇതിന്റെ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ CH3 എഴുതി, ബ്രോമിൻ ആഡ് ചെയ്യേണ്ടത് ഇവിടെ അല്ലേ? ഡബിൾ ബോണ്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഈ ഡബിൾ ബോണ്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ബ്രോമിൻ ആഡ് ചെയ്യേണ്ടത് ഇവിടെയാണ്. അപ്പൊ നമ്മൾ ആദ്യം ബ്രോമിൻ എന്ത് ചെയ്യുന്നു? വെഡ്ജിൽ ആഡ് ചെയ്യുന്നു. രണ്ടാമത്തതോ നേരത്തെ എഴുതിയ പോലെ തന്നെ സ്റ്റീരിയോ ഐസോമേഴ്സ് കിട്ടും. ഇവിടെ CH3 ഡാഷിൽ എഴുതുന്നു, ബ്രോമിൻ വെഡ്ജിൽ എഴുതുന്നു. അപ്പൊ എന്ത് കിട്ടി? ഒരു ഫ്രീ റാഡിക്കൽ നമുക്ക് എന്ത് കിട്ടി? രണ്ട് പ്രൊഡക്റ്റ് കിട്ടി. വെഡ്ജും ഡാഷ് എഴുതിയപ്പോഴേക്ക് രണ്ടെണ്ണമായി. അതേപോലെ തന്നെ നമുക്ക് ഇതിന്ന് എന്ത് കിട്ടും? രണ്ടെണ്ണം കിട്ടും. ഇവിടെ സ്ഥലമല്ല, അടുത്ത പേജിൽ എഴുതാട്ടോ. ഓക്കെ, ഓക്കെ, ഏതായിരുന്നു നമ്മൾ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഇതായിരുന്നു ഫ്രീ റാഡിക്കൽ. ഇത് കേട്ടോ, ഇതാണ് എഴുതാൻ പോകുന്നത്. അതായത് CH3 ഇവിടെ ഉണ്ട്, ബ്രോമിൻ ഇവിടെ വരുന്നത്, ബ്രോമിൻ ഇവിടെ വരും അല്ലെ? ബ്രോമിൻ ഡബിൾ ബോണ്ട് ഇവിടെ, ഇങ്ങനെ ആയിരുന്നില്ലേ? അപ്പൊ ഇതൊന്ന് ഇവിടെ ബ്രോമിൻ വരുന്നത്, ഇത് ഡാഷ് കിടന്നോട്ടെ. ഓക്കെ, CH3 വെഡ്ജിലാണ്, ഈ ബ്രോമിൻ ഡാഷിൽ എഴുതുന്നു. രണ്ടാമത്തതോ CH3 ഡാഷിൽ എഴുതുന്നു, ഈ ബ്രോമിൻ വെഡ്ജിൽ എഴുതുന്നു. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? രണ്ട് പ്രോഡക്റ്റുകൾ ഫോം ചെയ്യുന്നത്. ഇവിടെ എന്ത് കിട്ടി? രണ്ട് പ്രൊഡക്റ്റ് കിട്ടി. ഇവിടെ രണ്ട് പ്രൊഡക്റ്റ് കിട്ടി, ഇവിടെയോ? ഇതും രണ്ട് പ്രൊഡക്റ്റ് അല്ലെ? ഇത് രണ്ട് പ്രൊഡക്റ്റാ.
രണ്ട് രണ്ട് 4. ഇവിടെ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടി? ഇവിടെ കിട്ടിയത് ഇവിടെ 2 മൈനറും 2 മേജറും. മൊത്തം എത്ര പ്രൊഡക്റ്റ് അപ്പൊ കിട്ടിയേ? ടോട്ടൽ എന്താണ്? 8 പ്രൊഡക്റ്റ്. ടോട്ടൽ 8 പ്രൊഡക്റ്റ്. ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 8 പ്രൊഡക്റ്റ് ആണ് കിട്ടിയത്. അപ്പൊ ഇത് നമുക്ക് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്ന അതിന്റെ സ്റ്റെബിലിറ്റി, അതായത് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി, അതിന്റെ സ്റ്റെബിലിറ്റി കൂടുതൽ ടേഴ്സറിക്കാണ്. അപ്പോൾ മേജർ ചോദിച്ച ഒറ്റ പ്രൊഡക്റ്റ് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? ടേഴ്സറി ഫ്രീ റാഡിക്കൽ എന്നുള്ള പ്രൊഡക്റ്റ് നോക്കണം. ഇപ്പൊ 2 അലലിക് പൊസിഷൻസ് ഒക്കെ വരുമ്പോൾ അവിടെ ഏത് ഫ്രീ റാഡിക്കൽ എവിടെ ഫോം ചെയ്യുമ്പോഴാണ് ടേഴ്സറി ഫ്രീ റാഡിക്കൽ എവിടെയാണ് കിട്ടുക? അപ്പൊ അതിലായിരിക്കും ബ്രോമിൻ പോയിട്ട് അറ്റാച്ച് ചെയ്യുക. ആ കാർബണിന്റെ മുകളിലായിരിക്കും പോയിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പൊ അത് ശ്രദ്ധിക്കണം. മിക്കവാറും ഇത്ര പ്രൊഡക്റ്റ് അങ്ങനെ വരാൻ സാധ്യതയില്ല. ഒരു മേജർ പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പൊ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടേഴ്സറി ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യണം. അവിടെ പോയിട്ട് ബ്രോമിൻ അറ്റാച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. അത് മതി. ഇത്രയാണ് നമുക്ക് മാക്സിമം നമ്മൾ NBS നോക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ലാതെ ജസ്റ്റ് വെറുതെ ചെയ്യാന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ കൺഫ്യൂഷൻ 2 പൊസിഷൻസോ അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നു വേണ്ട. സാധാ പോലെ ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ അലൈൽ പൊസിഷനിലേക്ക് ജസ്റ്റ് ബ്രോമിൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ മിക്കവാറും ക്വസ്റ്റ്യൻസിലൊക്കെ എന്ത് വരും? ഇതുപോലെ റാഡിക്കൽ ഫോം ചെയ്ത സ്റ്റെബിലിറ്റി നോക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം ചെയ്തത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്ര മതി. ഇതാണ് നമുക്ക് NBS നെ പറ്റി പറയാനുള്ളത്. സ്ട്രക്ചർ മറക്കരുത്. ഇതാണ് NBS ന്റെ സ്ട്രക്ചർ അല്ലെ, N ബ്രോമോ സക്സിനമൈഡ്. ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. നാളെ നമുക്ക് അടുത്ത റിയേജന്റ് ആയിട്ട് വേറെ ക്ലാസ് ആയിട്ട് വരാം. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും താങ്ക് യു.